ഹായ് ഫ്രണ്ട്സ്, നാട്ടിൽ നിന്ന് അമ്മ വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മ വന്നു കഴിയുമ്പോഴത്തേക്കും എണ്ണയൊന്നും തലയിലില്ലെന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞ് എണ്ണ തേക്കുന്നതാണ് കാണുന്നത്. അതുപോലെ തന്നെ അമ്മ ഇവിടെ ആയിരുന്ന സമയത്ത് ഞങ്ങൾ നാട്ടിലായിരുന്നപ്പോഴും അമ്മ ഇങ്ങനെ ഒരു 3-4 വർഷം കൂടിയിരുന്ന് വരുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മളെ ഇങ്ങനെ ടേക്ക് കെയർ ചെയ്യാനായിട്ട്. കാരണം അധികം നമ്മുടെ കൂടെ നിൽക്കാത്തത് കൊണ്ട് വരുന്ന ഒരു 2 മാസമൊക്കെ അമ്മയുടെ പരിചരണത്തിലായിരിക്കും നമ്മളെ. അപ്പോൾ ഇത് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അമ്മ എന്നോട് പറയുവാണ് എണ്ണയൊന്നും തേച്ചിട്ടില്ല, അങ്ങനെ ഇങ്ങനെ ഈ സമയത്ത് കുളിക്കണം അങ്ങനെയൊക്കെ പറയുകയാണ് കേട്ടോ. എനിക്ക് പ്രഗ്നൻസി സമയത്ത് കിട്ടിയ ഏറ്റവും അഴുക്കൊരു സ്വഭാവമാണ് കേട്ടോ. എനിക്കിങ്ങനെ കുളിക്കാൻ പറ്റുന്നില്ല. കാരണം എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. ഒരു ടൈമിലേ പറ്റത്തുള്ളൂ. പിന്നെ അമ്മ നിർബന്ധിച്ചുകൊണ്ട് എണ്ണയെല്ലാം തേച്ചതുകൊണ്ട് മാത്രം ഞാനൊന്ന് പെട്ടെന്ന് പോയി കുളിച്ചിട്ട് വന്നു കേട്ടോ. അങ്ങനെ കുളിക്കാൻ കയറി ഒരു 1-1.5 ടൈമൊക്കെ എടുക്കും. അങ്ങനെ കുളിച്ചിട്ടെല്ലാം വന്നിരുന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് ഇതാണ് കേട്ടോ. എനിക്ക് ഒരു 2 എണ്ണമൊക്കെ കഴിച്ചപ്പോഴത്തേക്കും മടുത്ത് ജീരകം ഉള്ളതുകൊണ്ട്. അതിനുശേഷം അമ്മ പെട്ടെന്ന് 2 പാലപ്പം ചുട്ടുകൊണ്ട് തന്നു കേട്ടോ. ഇതാകുമ്പോൾ എനിക്ക് ഇച്ചിരി പഞ്ചസാര കൂട്ടി കഴിക്കാവേ, മടുക്കത്തില്ല. അങ്ങനെ അതെല്ലാം കഴിച്ച് ചേച്ചിയുമായിട്ടിരുന്ന് വർത്താനം എല്ലാം പറഞ്ഞു. പിന്നെ ഞങ്ങൾ 3 പേരും ഇരുന്ന് ഓരോരോ കാര്യങ്ങളൊക്കെ പറയുവാണ്. അമ്മ നാട്ടിൽ നിന്നുകൊണ്ട് നമ്മളോട് വിശേഷങ്ങളൊക്കെ തിരക്കുവാണ്, ഇവിടുത്തെ കാര്യങ്ങളും റൂമിലെ കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഞാനിങ്ങനെ എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുവാണ് ഇങ്ങനെയായിരുന്നെന്നൊക്കെ. അതിനെല്ലാം ശേഷം ഞങ്ങൾ ഉച്ചക്കത്തെ ഫുഡാക്കി കേട്ടോ. ഇതായിരുന്നു ഇന്നത്തെ കറി. ചക്കക്കുരു മാങ്ങയും മാങ്ങാച്ചാറും മെഴുക്കുവരട്ടി ഉണക്കമീനുവേ. അതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് ഛർദ്ദിക്കാൻ വന്നുകൊണ്ട് ഒരു വിക്സ് ഓപ്പൺ ആക്കി വെച്ചിട്ട് അത് മണത്താണ് കേട്ടോ. അതിൻ്റെ സ്മെല്ലടിച്ചിട്ടാണ് കിടക്കുന്നത്, ഇല്ലെങ്കിൽ വോമിറ്റ് വരുവേ. അതിനെല്ലാം ശേഷം വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഒരു കപ്പ് കോഫി എടുത്തുകൊണ്ട് പോയി. അതിന് ശേഷം ഞാനും അമ്മയും കൂടി ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു. കാരണം ഒന്നാമത്തെ കാര്യം ഇപ്പോൾ റൂമിൽ ആരുമില്ല, രണ്ടാമത്തെ കാര്യം നടക്കണമല്ലോ. അതുകൊണ്ടൊരു ഞങ്ങളൊരു 5-10 മിനിറ്റ് നടക്കാമെന്ന് വിചാരിച്ചാണ് പോകുന്നത്. ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ പോയപ്പോൾ 1/4 മണിക്കൂറോളം ഞങ്ങൾ നടന്നിട്ടാണ് വന്നത്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് അവധി ആയതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകാത്തതുകൊണ്ട് നടക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നതാണ്. ആപ്പിളൊക്കെ കട്ട് ചെയ്ത് ഞങ്ങൾ പോകുന്നത് കേട്ടോ. കാരണം നമുക്ക് താഴോട്ട് ഇറങ്ങുമ്പോഴായാലും വിശന്നാൽ കഴിക്കാമല്ലോ. അങ്ങനെ ഞങ്ങളൊരു 1/4 മണിക്കൂറാണ് പ്ലാൻ ചെയ്ത് ഇറങ്ങിയത്. പക്ഷേ നടന്ന് വന്നപ്പോൾ ഭയങ്കര ചൂട്. ഞങ്ങൾ രണ്ടുപേരും പരസ്പരം നോക്കിയിട്ട് നമുക്കെന്നാൽ റിട്ടേൺ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു ഏതായാലും വന്നതല്ലേ 5-10 മിനിറ്റ് നടക്കാം. കാരണം അമ്മ നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ കുറച്ച് കുടവയറൊക്കെ ആക്കി കിട്ടാണേ വന്നത്. അപ്പോൾ അതൊന്ന് കുറയ്ക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ മത്സരിച്ച് എൻ്റെ കൂടെ നടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി കയ്യിൽ ആപ്പിളൊക്കെ തീർന്നപ്പോഴത്തേക്കും മടുത്തതുകൊണ്ട് തന്നെ വേഗം തന്നെ ലിഫ്റ്റ് കയറിയ. ഭയങ്കര ചൂടാണ്, താങ്ങാൻ പറ്റുന്നില്ല. അതിനുശേഷം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സ്നാക്സൊക്കെ ഇച്ചിരിയൊക്കെ കഴിച്ച് നോക്കി കേട്ടോ. എനിക്ക് കപ്പ വറുത്ത് ഇഷ്ടപ്പെട്ടു. അതിനുശേഷം ഉച്ചയ്ക്കത്തെ ഫുഡ് തന്നെയായിരുന്നു കേട്ടോ. അതും കഴിച്ച് ഞങ്ങൾ രണ്ടുപേരും ഓപ്പോസിറ്റ് കിടന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ, ബായ്.